നമ്മുടെ സ്ത്രീകൾക്കിടയിൽ മൂക്ക് കുത്തുന്ന പ്രവണത വളരെ അധികരിച്ചു വരുന്നുണ്ട്. ഇതര മതസ്ഥരായ സഹോദരിമാര് മൂക്ക് കുത്തുന്നത് കണ്ട് നമുക്കിടയിലും നമ്മുടെ സ്ത്രീകൾക്കിടയിലും അതൊരു ഫാഷനായിട്ട് മാറുന്നുണ്ട്. പല ആളുകളും അതിൻ്റെ ഇസ്ലാമികമായ വിധികൾ അന്വേഷിക്കുന്നുണ്ട്. മക്കള്, മരുമക്കള്, പേരമക്കളൊക്കെ മൂക്ക് കുത്താൻ ആവശ്യപ്പെടുമ്പോൾ രക്ഷിതാക്കള്, അതുപോലെ ഭർത്താക്കന്മാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇത് ഇസ്ലാമിൽ അതിൻ്റെ നിയമം എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ മൂക്കുകുത്തല്, സ്ത്രീകൾ മൂക്കുകുത്തല് ഹറാമാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. തുഹ്ഫയിൽ മാത്രമല്ല, എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും സ്ത്രീകൾ മൂക്കുകുത്തല് ഹറാമാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അത് എന്തിൻ്റെ പേരിലായാലും ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ അത് അനുവദനീയമല്ല, അത് ഹറാമാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നമുക്കിടയിൽ തമാശക്കാണെങ്കിലും ഹജ്ജ് ചെയ്യാത്ത ആളുകളെ ഹാജി എന്ന് വിളിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. പലരും അത് കളിയാക്കിക്കൊണ്ടാണ്, പലരും തമാശക്കാണ്, പലരും അത് നാട്ടു നടപ്പിന്റെ പേരിലാണ്. അത് ഹറാമാണ് എന്നാണ് കിതാബുകളിലൊക്കെ ഉള്ളത്. ആലിമല്ലാത്ത ഒരാളെ ആലിമ് എന്ന് വിളിക്കുന്നത് പോലെ ഹജ്ജ് ചെയ്യാത്ത ആളെ ഹാജി എന്ന് വിളിക്കുന്നത് ഹറാമാണ്, അതൊരു കളവ് പറയലാണ് എന്നാണ് മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത്.